നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഭക്തരിൽ പെട്ടെന്ന് തന്നെ സംപ്രീതനാകുന്ന ദേവനാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. ക്ഷിപ്രകോപിയാകുന്നു, എന്നാലും പെട്ടെന്ന് തന്നെ പ്രസന്നനാകുകയും ചെയ്യും ഭഗവാൻ മഹാദേവൻ. അതിൻ്റെ ഫലമായി നമ്മൾക്ക് ചില ലക്ഷണങ്ങൾ കാട്ടിത്തരാറുണ്ട്. ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഭഗവാൻ മഹാദേവനെ കൂടുതലായി പ്രാർത്ഥിക്കേണ്ടതാണ്. അതിലുപരി കൂടുതലായി ശിവാരാധന നടത്തേണ്ടതും ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതും അനിവാര്യമാണ്. ഭഗവാൻ മഹാദേവൻ നമ്മളിൽ പ്രസന്നനാണെങ്കിൽ ചില ലക്ഷണങ്ങൾ നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നതാണ്. ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നു. വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് നമ്മുടെ സ്വപ്നത്തിലോ അല്ലാതെയുള്ള അവസരങ്ങളിലോ ഭഗവാൻ മഹാദേവൻ ചില സൂചനകൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്. ആ സൂചനകൾ എന്തൊക്കെയാണ്? നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? അത് എന്താണെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സൂചനകൾ ലഭിച്ചാൽ, ഇതുവരെ ലഭിച്ചിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ വളരെയേറെ ഭാഗ്യം ചെയ്തവർ തന്നെയാണ്. അപ്പോൾ ആ സൂചനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഹാദേവന് ആദ്യം നൽകുന്ന സൂചന മുൻകൂട്ടി കാണുവാനുള്ള ഒരു കഴിവാണ്. അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ ചില ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കും എന്ന് നടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾക്ക് ചില സൂചനകൾ ഭഗവാൻ കാട്ടിത്തരാറുണ്ട്. ഇങ്ങനെ കാണുകയാണെങ്കിൽ അത് സ്വപ്നത്തിലാകാം, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന വേളകളിലും എന്തൊക്കെയോ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരികയും സന്തോഷം വരികയും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമുക്കൊരു ചിരി, ഒരു മന്ദഹാസം നമ്മളുടെ ചുണ്ടുകളിൽ വരികയും ചെയ്താൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ ദൈവികമായ ഒരു ഊർജം നേർരേഖയിൽ വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഭവം അല്ലെങ്കിൽ ഒരു തോന്നൽ ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന വേളയിലൊക്കെ ഭാവിയിൽ നടക്കാൻ പോകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ ഓർമ്മയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചിന്തനത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ആ കണ്ട കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യുമെന്ന്. അടുത്തതായി നമ്മൾ ചില ആളുകളെ പറയാറുണ്ട്. അത് മിക്കതും നിത്യേനയൊക്കെ ധ്യാനം ചെയ്യുന്ന ആളുകൾക്കുമായിരിക്കും കൂടുതലുള്ള ഒരു കഴിവ്, അതായത് ചില കാര്യങ്ങൾ പ്രവചിക്കാൻ. നമ്മൾ നാട്ടിൽ പറയാറുണ്ട് കരിനാക്ക് എന്ന്. കരിനാക്കും എന്നല്ല, ഇവിടെ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം വരുമ്പോൾ ചില ആളുകൾ ചിലതിനെക്കുറിച്ച് പറയാറുണ്ട്, ഇന്നത് ഉടൻ തന്നെ സംഭവിക്കുമെന്ന്. ചിലപ്പോൾ അത് ഉടനടി തന്നെ വിചാരിക്കാത്ത നിമിഷത്തിൽ സംഭവിക്കുകയും ചെയ്യും. ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ അല്പദോഷവശങ്ങളുമാകാം. അതുകൊണ്ടാണ് കരിനാക്കുകാരെ ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും അവർ കരിനാക്കുള്ളവരാണ്, അവരെ ഒന്നും ഭയപ്പെടണേ എന്ന്. പക്ഷേ അത് അവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം നിൽക്കുന്ന സമയങ്ങളിലാണ് ചില കാര്യങ്ങൾ അവരൊരു പ്രവചനം പോലെ പറയുന്നത്. അതും മഹാദേവൻ്റെ അനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചിലർ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ ചില കാര്യങ്ങൾ പറയുന്നതായി നമുക്ക് തോന്നിയേക്കാം. എങ്കിലും ഇവിടെ മഹാദേവൻ്റെ അനുഗ്രഹം വരുമ്പോൾ ചില വ്യക്തികൾ പെട്ടെന്ന്, അതായത് മനസ്സിൽ പോലും അവർ വിചാരിക്കാത്ത കാര്യമായിരിക്കും അവർ പുറത്തോട്ട് പറയുന്നത്. അതും കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമുണ്ടാകാം, ഇഷ്ടമുണ്ടാതെ വരാം. എങ്കിലും ഇത് മനസ്സിലാക്കുക, അത് അവരായിട്ട് പറയുന്നതല്ല. ചിലപ്പോൾ ഭഗവാൻ അവരിൽ പ്രസീതനായി അല്ലെങ്കിൽ അവരെ കൊണ്ട് ചില വെളിപാടുകൾ പറയിക്കുന്നത് പോലെ പറയുന്നതാണ്. നമ്മൾക്കതൊരു ഭാവിയിൽ സൂക്ഷിക്കണമെന്നതാകാം, അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന നേട്ടത്തിനെ കുറിച്ചാകാം. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുമാണ്: ആരുടെയും വാക്കുകളെ തള്ളിക്കളയാതിരിക്കുക. അടുത്തതായി നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉണരുന്നതും ദൈവിക സമയമാണത്. അതിനാൽ തന്നെ ആ ഒരു സമയം ഒരു ഉൾവിളി പോലെ നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണരുകയാണെങ്കിൽ ഇതും ഭഗവാൻ നമ്മളിൽ, അതായത് പ്രത്യേകിച്ച് മഹാദേവൻ, എല്ലാ ദൈവങ്ങളും അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ ഭഗവാൻ മഹാദേവൻ നമ്മളിൽ പ്രസന്നനായി എന്നതിൻ്റെ സൂചനയാണ്. നമ്മൾ ഒരു ശബ്ദ കോലാഹലങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് ഉറക്കത്തിൽ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ഉണരുന്നത്. അങ്ങനെ ഉണർന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചില
സൂചനകൾ, അല്ലെങ്കിൽ ഒരു സന്തോഷം മനസ്സിൽ തോന്നുക, ഒരു പ്രസരിപ്പ് തോന്നുക, ഉടൻ തന്നെ ശിവക്ഷേത്രത്തിൽ പോകണമെന്നൊരു തോന്നൽ വരിക. അപ്പോൾ നിങ്ങൾ അതിനുശേഷം പിന്നെ ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും അധികം ഉത്തമം. കുളിച്ച് നിങ്ങൾക്ക് ആ ഒരു ശിവക്ഷേത്ര ദർശനം നടത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നമഃശിവായ ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. പൂജാമുറിയിൽ ചെന്ന് ഭഗവാന്റെ ചിത്രത്തിൽ നോക്കി പ്രാർത്ഥിക്കാനും ശ്രമിക്കേണ്ടതാണ്. ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും എപ്പോഴും വന്നു ചേരുന്ന ചില സൂചനകളല്ല. ഭഗവാൻ മഹാദേവൻ നമ്മൾക്ക് കാട്ടിത്തരുന്ന, അല്ലെങ്കിൽ ചില ആളുകൾ, അതായത് നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു പരിചയമില്ലാത്ത ആൾ ചിലപ്പോൾ വന്ന് പറയും, നിൻ്റെ വിഷമം മാറും കേട്ടോ, നീ അങ്ങോട്ട് ചെല്ലുക, അവിടെ ഒരു കാര്യം നിനക്കായി കാത്തിരിപ്പുണ്ട്. നമ്മളൊന്നും അറിയാത്ത ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് ഇത് പറയുന്നത്. അയാൾക്കും ചിലപ്പോൾ സംശയമുണ്ടാകും, ഞാൻ എന്തുകൊണ്ടാണ് ഇയാളെ അടുത്ത് ഇതിങ്ങനെ പറയാൻ തോന്നിയതെന്ന്. ഇതൊക്കെ ഭഗവാന്റെ കളിയാണ്. നമ്മൾക്കിടെ മുന്നിലേക്ക് ഭഗവാൻ നേരിട്ട് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില സൂചനകളിലൂടെയും ചില ആളുകളിലൂടെയുമായിരിക്കും മഹാദേവൻ നമ്മൾക്ക് മുന്നിൽ പ്രസാദിക്കുന്നത്, അല്ലെങ്കിൽ പ്രസീതനാകുന്നത്. ഇവിടെ പരമശിവൻ്റെ അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ സകലവിധ പ്രശ്നങ്ങളും മാറുകയാണ്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും പ്രശ്നപരിഹാരം തരുന്ന ദേവനാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ. അതുകൊണ്ട് തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അവസ്ഥകളിൽ പോലും, ബുദ്ധിമുട്ടി പ്രശ്നത്താൽ നിൽക്കുന്ന അവസ്ഥകളിൽ പോലും മഹാദേവൻ, അതായത് ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം സ്വയമേവ കണ്ടെത്താൻ സാധിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾക്കൊരു തുണയായി വന്നു ചേരുന്നതാണ്. ഉചിതമായ ഒരു പരിഹാരവും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഭഗവാൻ കാണുന്നില്ല, നമ്മളുടെ വിഷമങ്ങൾ ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നതിന് യാതൊരു അർത്ഥവും ഉള്ളതല്ല. ഇവിടെ സ്വപ്നദർശനങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഭഗവാൻ നമ്മളിലേക്ക് ഭാവിയെക്കുറിച്ച് കാട്ടിത്തരുന്ന ചില സൂചനകളാണ്. അതായത് ചില സന്തോഷകരമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അത് അല്ലെങ്കിൽ ഉറക്കത്തിൽ ശിവലിംഗത്തിൽ ധാര നടത്തുന്നത്, ജലധാരയാകാം, അല്ലെങ്കിൽ പാലുകൊണ്ട്, അല്ലെങ്കിൽ കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തുന്നത്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഭാഗ്യവും ശുഭലക്ഷണവുമാണ്. ഇങ്ങനെ കാണുകയാണെങ്കിൽ ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം, അല്ലെങ്കിൽ ഭഗവാൻ മഹാദേവൻ നമ്മളിൽ പ്രസീതനായി അതിൻ്റെ നേട്ടവും ഭാഗ്യവും നമ്മളിലേക്ക് ഉടൻ തന്നെ വന്നു ചേരും എന്ന സൂചനയാണ്. നിങ്ങൾക്ക് ഉറക്കത്തിൽ ശിവലിംഗ ദർശനിക്കാൻ കഴിഞ്ഞെങ്കിൽ, അതായത് സ്വപ്ന ദർശനമായി ശിവലിംഗം കാണാൻ സാധിച്ചിട്ടുള്ളവരുണ്ടാവും. മിക്ക ആളുകൾക്കും അത് സാധിച്ചിട്ടുണ്ടാകും. കാരണം അത്രത്തോളം കൂടുതൽ ആളുകളും ഭഗവാൻ മഹാദേവൻ്റെ ഭക്തരാണ്. അപ്പോൾ കാണാൻ സാധിച്ചവരായിരിക്കും ഏറിയ പങ്ക്. അപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം മഹാദേവനെ നിങ്ങൾ വിളിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ദർശനം ലഭിച്ചത്. അപ്പോൾ അത്രത്തോളം ഇനിയും നിങ്ങൾ ഭഗവാൻ മഹാദേവനെ വിളിച്ചുകൊണ്ടിരിക്കുക. മോക്ഷപ്രാപ്തിക്കൊക്കെ ഏറ്റവും അധികം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഭഗവാൻ മഹാദേവനെ തന്നെയാണ്. ഭക്തരിൽ പെട്ടെന്ന് തന്നെ പ്രസീതനാകുന്ന ഒരു ദേവനാണ് ഭഗവാൻ മഹാദേവൻ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ, ഉറക്കത്തിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്ന, ആരോ നമ്മളെ വിളിച്ചതുപോലൊരു തോന്നൽ നമുക്ക് വന്ന് നമ്മൾ ഞെട്ടി ഉണരാറുണ്ട്. അതൊക്കെ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. നിൻ്റെ ഉറക്കം മതിയാക്കൂ, ഞാൻ നിനക്കായി കാത്തിരിക്കുന്നു, നീ ക്ഷേത്രത്തിലേക്ക് വരൂ എന്നൊരു തോന്നൽ സൂചന തരുന്നതാകാം. അതേപോലെ ശിവലിംഗം സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ശിവലിംഗത്തിന് അഭിഷേകം നടക്കുന്നത് ചിലപ്പോൾ കരിക്ക് അഭിഷേകമാകാം, പാലുകൊണ്ടാകാം, അല്ലെങ്കിൽ ജലധാരയാകാം. ഏതായാലും ഇതൊക്കെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ വെറും ആളുകൾക്കൊന്നും സാധിക്കുന്നില്ല, സുഹൃത്തുക്കൾക്ക് മാത്രം കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെ ഇങ്ങനെയൊന്നും കാണാൻ സാധിക്കാത്ത ആളുകൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഇനിയും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ സ്വപ്നത്തിലൂടെ ഭഗവാൻ ദർശനം തരികയും ഭാവിയെപ്പറ്റിയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഏവരും ഓം നമഃശിവായ എന്ന് എപ്പോഴും നിങ്ങളുടെ ചുണ്ടുകളാൽ മന്ത്രിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ സമയത്തെ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി.